ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ക്രാഫ്റ്റാണ്. നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ളത് പേപ്പറും ബഡ്സും മാത്രമാണ്. നമ്മൾ എടുക്കുന്ന പേപ്പർ കുറച്ച് കട്ടിയുള്ളതായിരിക്കണം. ആ പേപ്പർ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ള സൈസിനനുസരിച്ച് ആ പേപ്പർ കട്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കുറച്ച് ബഡ്സ് എടുത്ത ശേഷം അതിൻ്റെ എൻഡിലുള്ള കോട്ടൺ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച റൗണ്ട് പേപ്പറിൻ്റെ എൻഡിലായിട്ട് ഈ ബഡ്സിൻ്റെ എൻഡിലുള്ള കോട്ടൺ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ലെയറായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ പേപ്പറിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് ലെയറും കൂട്ടേണ്ടി വരും. ഇതിന് വേണ്ട ബഡ്സ് മാക്സിമം 60 to 70 ആണ്. നമുക്ക് വേണമെങ്കിൽ ഇതിന് കളറും കൂടെ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഞാൻ എൻ്റെ മൂന്നാമത്തെ ലെയറാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ മൂന്നാമത്തെ ലെയറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നാലാമത്തെ ലെയർ കൂടെ കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ നാലാമത്തെ ലെയറും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നാലാമത്തെ ലെയറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം മഞ്ഞപ്പൊടിയും ഉപ്പും അതിനുശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് സെൻറ്റർ പോർഷനിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം അതിന് സെൻറ്റർ പോർഷനിൽ